വളരെ പ്രധാനപ്പെട്ട ഏതാനും ദിവസങ്ങളാണ് കഴിഞ്ഞു പോകുന്നത്. മിഷന്റെ ഗ്രേറ്റ് ഗ്യാതറിംഗ് മിഷൻ അത് ചങ്ങനാശ്ശേരിയിൽ വെച്ച് നടത്താൻ അവർ ആഗ്രഹിച്ചപ്പോൾ വളരെ സന്തോഷപൂർവ്വം നമ്മളത് സ്വാഗതം ചെയ്തു. കാരണം പ്രേക്ഷിത പ്രവർത്തനം എന്നത് നമ്മുടെ കർത്താവ് നമുക്ക് തന്ന ഒരു കൽപ്പനയാണ്. Evangelize. To evangelize was a commandment. It was not an option. But somehow we have forgotten that commandment and we have interpreted that commandment in ways which are safe for us. നമ്മൾ അങ്ങനെ സുവിശേഷം പറയുക, സുവിശേഷവൽക്കരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമൊന്നുമായി കരുതാത്തത് കൊണ്ട് നാട്ടിൽ നിന്ന് അച്ഛന്മാരെ കന്യാസ്ത്രീകളെ എല്ലാം പറഞ്ഞ് നോർത്ത് ഇന്ത്യയിൽ വിട്ട് സുവിശേഷം പറയുന്നതല്ല അവരുടെ ജോലിയാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ സമാധാനമായി കേരളത്തിൽ ഇരിക്കുന്നത് കൊണ്ട് നമ്മുടെ ദൗത്യത്തെക്കുറിച്ച് നമ്മളെ ബോധ്യപ്പെടുത്താൻ ഏറ്റവും നല്ല ഒരു മാർഗമായി ഈ ഒരു ഗ്രേറ്റ് ഗ്യാതറിംഗ് ഓഫ് മിഷൻസിനെ ഞങ്ങൾ എല്ലാവരും കണ്ടു. ഞാൻ പ്രത്യേകമായിട്ട് ചെത്തുപുഴ തിരുഹൃദയ ഇടവകയ്ക്കും ചെത്തുപുഴ CMI ആശ്രമത്തിനും പ്രിയോരച്ചൻ ബഹുമാനപ്പെട്ട കല്ലുകൾ വെച്ചതെല്ലാം ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. അവരിത് ഏറ്റെടുത്ത് ഏറ്റവും ഭംഗിയായി ഇതിനാതിഥേയമരുളി. അത് വലിയ ശ്രമകരമായ ഒരു കാര്യമാണ്. അതോടൊപ്പം ഞാനിവിടെ വരുമ്പോഴെല്ലാം നമ്മുടെ ഇടവകാംഗങ്ങൾ അവരുടെ ഒരു സ്വന്തം വീട്ടിലെ കാര്യം എന്നതുപോലെ തന്നെ ഇതെല്ലാം ഏറ്റെടുത്ത് നടത്തുന്നതും കാണാനായിട്ടിടയായി. എല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയായി. നമ്മൾ ഇന്നത്തെ സുവിശേഷത്തിൽ തോമാസ് സ്ലീഹായുമായി ബന്ധപ്പെട്ട ഒരു വചനഭാഗമാണ് വായിച്ചത്. തോമായ്ക്ക് മൊത്തം സംശയമാണെന്ന് നമുക്കറിയാം. കർത്താവ് പറഞ്ഞു, ഞാൻ പോകുന്നിടത്തേക്കുള്ള വഴി നിങ്ങൾക്കറിയാമെന്ന് പറഞ്ഞു. തോമസ് പറഞ്ഞു, നിക്ക് നീ പോകുന്നിടത്തേക്കുള്ള വഴി ഞങ്ങൾക്കൊന്നും അറിയത്തില്ല, നീ അങ്ങനൊന്നും പറയരുത്, സത്യം പറ, എങ്ങോട്ടാ പോകുന്നത്? ഉടനെ അതിന് മറുപടിയായിട്ടാണ് ഈശോ തോമസിനോട് പറയുന്ന വാക്യം. വളരെ ഒരുപക്ഷെ സുവിശേഷത്തിന്റെ മുഴുവൻ കാതലായ വാക്യം, I am the way, the truth and the life. ഞാനാകുന്നു വഴിയും സത്യവും ജീവനും. You know, people are confused because they do not know the way, where to go. They are actually confused due to many things which happen in their lives. നമ്മളിപ്പോൾ നമ്മുടെ ചെറുപ്പക്കാരുടെ ഡ്രഗ് അഡിക്ഷനെ കുറിച്ചൊക്കെ പറഞ്ഞ് ഒത്തിരി ക്ലേശിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ കുഞ്ഞുങ്ങൾ ഇതിനെല്ലാം അടിപ്പെടുന്നത്? എന്തുകൊണ്ടാണ് മദ്യത്തിൽ അടിപ്പെട്ട് മനുഷ്യൻ പോകും? കാരണം അവന്റെ മനസ്സിലൊരു വല്ലാത്ത അസ്വസ്ഥതയാണ്. എന്താണ് ചെയ്യേണ്ടത്? എവിടെയാണ് മോക്ഷം കിട്ടുന്നത്? എവിടെയാണ് രക്ഷ കിട്ടുന്നത്? അങ്ങനെ ആകുമ്പോഴാണ് അവർ ഈ വേണ്ടാത്ത ബന്ധങ്ങളിലേക്കും സ്വാധീനങ്ങളിലേക്കും എല്ലാം പോകുന്നത്. But you know, if you accept Jesus Christ as the Savior, all the confusions are eliminated because now you know the way. I think this passage is very relevant to this mission context also, because there is always a question regarding the relevance of mission. Why should I do mission? Why should I preach the gospel? And the answer is that if you have known the truth, you have no other way than to preach that truth to others. You have to make known the truth. If you are in possession of that truth, then you have to share it with others. Jesus Christ is the only way, the only truth, and the only life. Therefore, there is no other way than to preach Him, than to proclaim Him. ഈശോ മിശിഹായാണ് ഏകരക്ഷകനെന്ന ബോധ്യമുള്ളവര് ആ ഏകരക്ഷകനെ കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കണം. കേൾക്കുന്നവര് ക്രിസ്ത്യാനിയാവുമോ ആകാതിരിക്കുമോ എന്നുള്ളത് നമ്മുടെ ചിന്തയല്ല. കാരണം കർത്താവ് നമ്മളോട് ജോലി ചെയ്യാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. റിസൾട്ട് തരുന്നതൊക്കെ ദൈവമാണ് തീരുമാനിക്കുന്നത് ഫലം തരണോ വേണ്ടയോ. പക്ഷെ നീ അധ്വാനിക്കണം. അധ്വാനിക്കാതെ ശരിയാകത്തില്ല. നമ്മൾ സുവിശേഷം പറഞ്ഞുകൊണ്ടേയിരിക്കണം. അത് നമ്മുടെ വലിയൊരു കടമയാണ്. അപ്പൊ എന്തുകൊണ്ട് ഞാൻ സുവിശേഷം പ്രഘോഷിക്കണം? ഞാനിങ്ങനെ എല്ലാവർക്കും ഒരു മതം, എനിക്കൊരു മതം, എല്ലാവർക്കും ഉണ്ട് ദേവാലയം, ഞങ്ങൾക്കും ഉണ്ട് നല്ല സൂപ്പർ പള്ളികൾ, എല്ലാവർക്കും പൂജാരിമാര്, ഞങ്ങൾക്കും കുറെ അച്ഛന്മാര്,
എല്ലാവർക്കും സന്യാസികൾ, ഞങ്ങൾക്ക് സന്യാസികൾ, എല്ലാവർക്കും വിശുദ്ധ ഗ്രന്ഥം, ഞങ്ങൾക്കും വിശുദ്ധ ഗ്രന്ഥം. എല്ലാവരും അവരുടെ മതവുമായിട്ട് സ്വസ്ഥമായിട്ട് ജീവിക്കുന്നു, ഞങ്ങൾ ഞങ്ങളുടെ മതവുമായിട്ട് സ്വസ്ഥമായിട്ട് ജീവിക്കുന്നു. അത് പോരാ. Because Christianity is in a sense missionary. If you are a Christian, you are supposed to be missionary. നമ്മൾ ഈ കേരളത്തിലെ സഭയും മിഷനറി ഒന്നും ആയിട്ടില്ല. നമ്മൾ വലിയ മിഷനറി സഭയെന്നൊക്കെ കൊട്ടിഘോഷിക്കുന്നേ ഉള്ളൂ. We have not actually preached gospel to anyone in Kerala. നമ്മൾ കഴിഞ്ഞ നൂറ്റാണ്ട് വരെ നമ്മളെ കണ്ട് മുന്തിയ ജാതിയാണെന്ന് പറഞ്ഞുകൊണ്ട് വേറെ ആരെയും ഇങ്ങോട്ട് അടുപ്പിക്കത്തില്ല. നമ്മൾ സുവിശേഷം പറയേണ്ടത് നമ്മുടെ കടമയായിട്ട് കരുതിയിട്ട് പോലുമില്ല 19 നൂറ്റാണ്ട് വരെ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ സുവിശേഷ പ്രഘോഷണമൊന്നും നമ്മളായിട്ട് നമ്മുടെ തലമുറയിൽ നടത്തിയതായിട്ട് നമുക്ക് വലിയ ഓർമ്മയില്ല. നമ്മൾ ആകെപ്പാടെ ചെയ്തത് ദൈവവിളി സ്വീകരിച്ചവരെ എല്ലാം സമൃദ്ധമായി നോർത്ത് ഇന്ത്യയിലേക്കൊക്കെ വിട്ടു, മിഷൻ പ്രവർത്തനം. എന്നിട്ട് നമ്മൾ സമാധാനമായി ഇവിടെ നമ്മുടെ ജോലി കഴിഞ്ഞു എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ സഭയ്ക്ക് ഇപ്പോൾ ക്ഷീണം അനുഭവപ്പെടുന്നത്. കേരളത്തിലെ സഭ ക്ഷീണിക്കുകയാണെന്ന് നിങ്ങൾക്കറിയാം. ആളൊക്കെ കുറഞ്ഞു. നമ്മളിങ്ങനെ നമ്മുടെ അതിരൂപതയിൽ 4 ലക്ഷം പേരുണ്ടെന്നാണ് പറയുന്നത്. ഇപ്പൊ കണക്കെടുത്ത് നോക്കിയാൽ എത്രയുണ്ടെന്ന്. കാരണം എന്റെ വിചാരം ഒരു 50,000 പേരെങ്കിലും പുറത്തായിരിക്കും. നമ്മുടെ ചെറുപ്പക്കാരെ ഒന്നും നാട്ടിൽ കാണാനില്ല. നമ്മളിങ്ങനെ ഏജിങ് കമ്മ്യൂണിറ്റി ആയിട്ട് മാറുകയാണ്. പ്രായമാകുന്നവരുടെ സമൂഹമായിട്ട് പ്രത്യാശ നൽകുന്ന ഒരു സഭയായിട്ട് മാറാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. സുവിശേഷം പറയുന്ന കമ്മ്യൂണിറ്റികളെല്ലാം വളരെ wherever we experience some kind of decline in the lives of churches, there you can see the reluctance to preach the gospel. A church that is not missionary will never grow. It will be stagnant. So that is the major issue with us. നമ്മുടെ പ്രശ്നം ആർഎസ്എസ്കാരോ തീവ്രവാദികളോ ഒന്നുമല്ല, മത തീവ്രവാദികളോ ഒന്നുമല്ല നമ്മുടെ ഇഷ്യൂ. നമ്മുടെ പ്രശ്നം സുവിശേഷം പറയാൻ നമുക്ക് ധൈര്യം നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ്. If we are courageous to preach the gospel, then the church will grow. നമുക്ക് ആ ഒരു വലിയ അവബോധത്തിൽ വളരാനായിട്ട് സാധിക്കണം. നമ്മളിങ്ങനെ കംഫർട്ട് സോൺസിലായിരിക്കുന്നു. നമ്മുടെ കുഴപ്പം, എന്റെ മാതാവേ എന്റെ കൊച്ചിന് കുഴപ്പമൊന്നും ഉണ്ടാകുന്നത്, കത്തോലിക്ക സഭയ്ക്ക് എന്നെ പ്രശ്നം ഉണ്ടായാലും, നൈജീരിയയിൽ ക്രിസ്ത്യാനികൾ ആക്രമിക്കപ്പെട്ടാലും, നോർത്ത് ഇന്ത്യയിലെ പള്ളിയെ നശിപ്പിച്ചാലും, ഞങ്ങൾക്ക് ഞങ്ങളുടെ പിള്ളേർക്കും ഞങ്ങളുടെ വീട്ടിലെ പട്ടിക്കും പൂച്ചയ്ക്കും കോഴിക്കും താറാനും ഒന്നും സംഭവിക്കരുതേ മാതാവേ. അതിന്റെ പേരിലാണ് നേർച്ച ഇട്ടിരിക്കുന്നത്. അല്ലാതെ നമുക്ക് വേറെ വലിയ വിശാലമായ ലക്ഷ്യങ്ങളൊന്നുമില്ല. നമ്മൾ പള്ളിയിൽ വരുന്നതും പ്രാർത്ഥിക്കുന്നതും എല്ലാം നമ്മുടെ കൊച്ചു കൊച്ചു ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ദൈവത്തിന്റെ രാജ്യം സമാഗമമാകണമെന്നൊക്കെ നമ്മൾ സ്വർഗസ്ഥനായ പിതാവെ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കുകയുള്ളൂ. അങ്ങനെ വലിയ അത്യാഗ്രഹങ്ങളൊന്നും നമുക്കില്ല. ദൈവരാജ്യം സമാഗമമാകണം. നമുക്കിങ്ങനെ നമ്മുടെ കാര്യങ്ങളൊക്കെ നടന്നു പോയാൽ. And you know, Jesus is challenging us, and these brothers and sisters we encounter in these stalls, the Mission Expo and so on, they are also actually challenging us. You will see many lay people also who are engaged in missionary work in different parts of the world, where lay people with their families are engaged in this mission. And you know, that also is a challenge to us. Why are we limiting ourselves to the comfort zones from where we are reluctant to go out? So we need to go out and preach the gospel. നമ്മുടെ ഈശോയാണ് ഏക വഴി എന്ന് പറയുമ്പോൾ, when we preach that Jesus Christ is the only way, sometimes our youngsters will ask us, is he the only way? Are there not other ways to reach God? Are there not other religions? You know, the answer to that is we do not know about that. For us, the only way that is clear is Jesus Christ. ആകാശത്തിൻ കീഴിൽ മനുഷ്യരക്ഷയ്ക്കായി വേറൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. When a way is quite clear, why should you go after uncertain ways? For you the path is clear, the truth is clear, and the life you are finding here, the real life. Then why should you go elsewhere in search of other ways and other paths? ദൈവത്തിന് അവരെ രക്ഷിക്കാൻ വഴികളുണ്ടായിരിക്കാം. But the path that is revealed to us is Jesus Christ. ഈശോയാണ് നമുക്ക് വെളിപ്പെട്ട് കിട്ടിയ ഒരേ ഒരു മാർഗം. ഈശോ മിശിഹായാണ്.
മറ്റുള്ളവരെ ദൈവം രക്ഷിക്കുമായിരിക്കും. And you know, Jesus Christ is saying that in my Father's house there are different dwelling places, not only one. There are many dwelling places in my Father's house. So you do not know certain whether some are left out or not. We don't believe that, because you know the mind of God, the God's will is to save everyone. So God will have other ways to save them, but the only way that is quite clear to us is Jesus Christ. അതാണ് നമ്മൾ പ്രഘോഷിക്കുന്നത്. നമ്മൾ നല്ല ബോധ്യത്തോടെ, നമുക്ക് ആ ബോധ്യമൊക്കെ ഇച്ചിരി കുറഞ്ഞു പോകുന്നുണ്ട്. ഈശോ മിശിഹ ഏകരക്ഷകനാണെന്നും, ഈശോ മിശിഹ ഏകരക്ഷകനാണെങ്കിൽ സഭ എന്ന് പറയുന്നത് ഈശോയുടെ ശരീരമാണ്. എന്തുകൊണ്ടാണ് കൂദാശകൾ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത്? കൂദാശകളിലൂടെ you are actually tangibly experiencing Jesus Christ through sacraments. You can touch Jesus Christ today in the church through sacraments. And church is the continuation of Jesus Christ. നമ്മുടെ നാവിലരിയുന്ന കുഞ്ഞപ്പമായി ഈശോ ഇന്ന് കടന്നു വരുന്നുണ്ടെങ്കിൽ he is not a person of the past. 2000 വർഷങ്ങൾക്കപ്പുറത്ത് ജീവിച്ച് മരിച്ചുപോയ ആളല്ല. He is alive today. He is motivating you today. He is actually providing life today. This moment he is coming to you through church. അതുകൊണ്ട് നമുക്ക് ഈ ഒരു renewed awareness of mission, mission is not an option. Evangelization is not an option, but it is the commandment of Jesus Christ. നമുക്ക് രണ്ട് വഴികളാണ് ദൈവം പറഞ്ഞു തന്നത്. വളരെ ഒന്ന്, പെരുകി ലോകം കീഴടക്കാൻ, മക്കളെ ജനിപ്പിച്ച് ലോകം കീഴടക്കാൻ. സുറിയാനി കത്തോലിക്കൻ ആ പരിപാടി നിർത്തി, പിള്ളേരൊന്നും വേണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തി. രണ്ടാമത്തെ വഴി ലോകത്തിന്റെ അതിർത്തികൾ വരെ പോയി സുവിശേഷം പറയാനാണ്. അതും നമ്മൾ നിർത്തി. നമ്മൾ ലോകത്തിന്റെ അതിർത്തികൾ വരെ പോകും, സുവിശേഷം ഒന്നും പറയാൻ. പിന്നെ നമ്മൾ എങ്ങനെ രക്ഷപ്പെടും? ദൈവത്തിന് നമ്മളെ എങ്ങനെ സഹായിക്കാൻ പറ്റും? കർത്താവ് നമുക്ക് പറഞ്ഞു തന്ന രണ്ട് വഴികളും നമ്മൾ അവസാനിപ്പിച്ചു. ദൈവത്തിന് നമ്മളെ എങ്ങനെ സഹായിക്കാൻ പറ്റും? These are the only two ways of actually growing as a church. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്കും മിഷനറി ആകാനായിട്ട് സാധിക്കണം. നമ്മുടെ കൂടെയുള്ളവരോടൊക്കെ സുവിശേഷം പറയാൻ. എനിക്ക് ഈ നമ്മുടെ ചെറുപ്പക്കാർ പിള്ളേരോടൊക്കെ ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾക്ക് എല്ലാവർക്കും ഫേസ്ബുക്ക് അക്കൗണ്ടും ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും ഒക്കെയാണ്. ഒരു ദിവസമെങ്കിലും നിങ്ങൾ ഈശോ മിശിഹായെ കുറിച്ച് എന്തെങ്കിലും കാര്യമാണ് പറയുന്നത്. ചുമ്മാ ഗുഡ് മോർണിംഗ് എന്നും ഗുഡ് ഈവനിങ് എന്നും ഒക്കെ അടിച്ചു വിടുന്നല്ലാതെ ഈശോ മിശിഹായെ കുറിച്ച് ഒരു വാക്യം ഒരു ദിവസം നിങ്ങൾക്ക് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യാൻ സാധിച്ചാൽ കവലയിൽ നിന്ന് 100 പേരോട് സുവിശേഷം പറയുന്നതിന്റെ ഇഫക്റ്റ് കിട്ടും. കാരണം മിനിമം 100 പേര് അത് വായിക്കും. നമുക്കിപ്പോ ഡിജിറ്റൽ വേൾഡ് ഉണ്ട്. ഇറ്റ് ഈസ് ഓപ്പണിംഗ് എ വെരി സേഫ്, ഓൾസോ എ വെരി സേഫ് വേ ടു പ്രീച്ച് ദ ഗോസ്പൽ. പക്ഷെ നമ്മൾ എത്ര പേര് ഇതിന് ഒത്തിരി പേരുണ്ട്, ഉപയോഗിക്കുന്ന ഒത്തിരി പേര്. നല്ല മിടുമിടുക്കികളായ പെൺകുട്ടികൾ, മിടുമിടുക്കന്മാരായ ആൺകുട്ടികൾക്കൊക്കെ ഫേസ്ബുക്ക് ഉപയോഗിച്ച് സുവിശേഷം പറയുന്നു. നല്ല അന്മായ സഹോദരങ്ങൾ ഡിജിറ്റൽ വേൾഡിൽ അവർക്കേ അറിയത്തുള്ളൂ ഇതിന്റെ ടെക്നോളജിയൊക്കെ, അത് ഉപയോഗിച്ച് ഈശോയെ കൊടുക്കുന്നുണ്ട്. വലിയ അഭിമാനമാണ് അതൊക്കെ കാണുമ്പോൾ. നമുക്കും ആ മേഖലയിലൊക്കെ വരാൻ സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ മിഷൻ കോൺഫറൻസ് നമുക്ക് ലഭിച്ച ഒരു വലിയ അനുഗ്രഹമായിട്ട് കരുതാം. നമ്മൾ അതിലൂടെ എല്ലാം കടന്നു പോകുമ്പോൾ let us also be inspired to go to the missions and also be good missionaries here itself in our context. Here also, we are diminishing as a church. we were 27%. നമ്മൾ 27% ഉണ്ടായിരുന്നു. നമ്മളെല്ലാവരും കൂടെ അധ്വാനിച്ച് 17 ആക്കിയിട്ടുണ്ട്. ഇനി അത് അടുത്ത സെൻസസ് വരാൻ പോവാണ്. അത് കഴിയുമ്പോഴെടുക്കുന്ന എത്ര ശതമാനമുണ്ട്. അപ്പോ ഈ പോക്ക് പോയാൽ എനിക്ക് തോന്നുന്നു മിഷൻ പ്രവർത്തനത്തിന് പുറത്തോട്ട് പോയിട്ട് വരത്തില്ല, ഇവിടെ തന്നെ നമ്മൾ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് നമുക്ക് ഒരു റിന്യൂഡ് കോൺഷ്യസ്നെസ് ഓഫ് മിഷൻ അതിൽ നിറയാനായിട്ട് ഈ സാഹചര്യങ്ങളെല്ലാം ഇടയാക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഫിയാത്ത് എന്ന് പറയുന്നത് അൽമായ സഹോദരങ്ങളുടെ മിഷനറി എൻഡവറാണ്. അൽമായ സഹോദരങ്ങൾ അത് അവരെല്ലാവരും നമുക്ക് ദൈവത്തെ സംബന്ധിച്ച് പ്രാർത്ഥിക്കാം. അച്ഛന്മാരുടെയും കന്യാസ്ത്രീകളുടെ ഇനിഷ്യേറ്റീവ് അല്ല, അവര് തുടങ്ങിയ ഈ പ്രസ്ഥാനം
ഇതെത്രയോ രൂപതകൾക്ക് അനുഗ്രഹമാവുന്നുണ്ട്. എത്രയോ പിതാക്കന്മാർ ഇവിടെ വന്നുപോയി. സഭ മുഴുവനും ഒരുമിപ്പിക്കാനായിട്ട് ഈ അൽമായ സഹോദരങ്ങളുടെ ഈ മിഷനറി പരിശ്രമങ്ങൾക്ക് സാധിക്കുന്നു. നമുക്ക് അവരെ ഓർത്ത് നന്ദി പറയാം. നമ്മുടെ ഉള്ളിൽ മിഷനറി തീഷ്ണതയായി അറിയാനായിട്ട് പ്രാർത്ഥിക്കാം. ദൈവം നമ്മുടെ എല്ലാവരെയും സമർപ്പണം.